സ്റ്റേഷനിൽ ഇറക്കുന്നതെന്ന്. എന്താ തമാശ കളിക്കാണോ? ഡ്യൂട്ടിയിലുള്ളപ്പോൾ അറസ്റ്റ്, മഫ്തിയിൽ വന്ന് ജാമ്യം. അത് പറ്റില്ല. ആരൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആടുന്നു. അതൊന്നും കാണാൻ ആളില്ല. അരച്ചാൻ വയറിന് വേണ്ടി ആടിയതാ തെറ്റ്. നീ റോഡിൽ ആടിയത് നിയമപ്രകാരം തെറ്റ്. ഇവിടെ ലാക്കപ്പിലിടൂ. ഇതാണോ അവസാന തീരുമാനം? അതാണ് നിയമം. വേറൊരു വഴി, വേറെ വഴിയില്ല. ജോർജ് ഹിയർ. ഹു ഈസ് ഇറ്റ്? ഞാനോ? നിന്റെ രണ്ട് കൂട്ടുകാരെയും കൊന്നത് ഞാനാണ്. അതിന് ഞാനെന്ത് വേണോടാ പറ്റി? ഇനി ബാക്കിയുള്ളത് നീ മാത്രം. നാളെ നമുക്കൊന്ന് ഏറ്റുമുട്ടാം. എന്താ? ഓഹോ, നിന്റെ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നതല്ലടാ ഈ ജോർജ്. ഇത് കുറച്ച് വിഷം കൂടി എനവാ. വാടാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. യു ആർ വെരി വെൽക്കം മൈ ബോയ്. മണ്ണൻ ചെറുക്കൻ. ഞാൻ ഭയന്നു വന്നതല്ല. ഒരു കൊലപ്പുള്ളിയെ ഇങ്ങനെ കയറൂരി വിടാൻ നിയമം എങ്ങനെ അനുവദിക്കുന്നു എന്നറിയാൻ വേണ്ടി വന്നതാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്ത് ചെയ്യാം മിസ്റ്റർ ജോർജ്? വേണ്ടത്ര തെളിവുകളില്ലാതെ വരുമ്പോൾ അവനെ പോലെ എത്ര കൊലയാളികൾ ഇവിടെ മാന്യതയുടെ മറവിൽ കഴിയുന്നു. ശ്രീ മിസ്റ്റർ ജോർജ്, ഒരാളെ അറസ്റ്റ് ചെയ്യാനും അയാളുടെ പേരിൽ നടപടികൾ എടുക്കുവാനും നിയമപ്രകാരം വേണ്ടത്ര തെളിവുകൾ ആവശ്യമാണ്. ഓഹോ, അപ്പോൾ തെളിവുകളോടുകൂടി മാത്രമേ നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ ഈ നിങ്ങളെ അറസ്റ്റ് ചെയ്യാമല്ലോ. Oh well, she is getting funny. Rather sarcastic sometimes. അതല്ല, ഐ മീൻ ആർക്കാരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന്. Oh, like that. പോലീസുകാർക്കും ചില അധികാരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാണ് മിസ്റ്റർ ജോർജ്. ഇനിവേ നിങ്ങൾ എഴുതി കൊടുത്ത പരാതി ഉടനടി കണക്കിലെടുക്കുന്നതാണ്. Well, it is very kind of you, sir. See you, Inspector. കാരണമില്ലാതെ ഞങ്ങൾ ഇവിടെ വരില്ല. അത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ജയൻ ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ അറിയണം. നോ, കൊലയാളിയായ ജയൻ. ആരും അറിയില്ല. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എന്റെ മകനുണ്ട്. മകള് മാത്രമോ? ഈ ചോദ്യം ചോദിക്കാൻ നേരം കൊണ്ട് നിങ്ങൾക്ക് പോയി നോക്കല്ലേ? ഓക്കെ ഓക്കെ. പുരുഷു, രാജപ്പ, ഗോ ആൻഡ് ചെക്ക് ഔട്ട്. പുരുഷേട്ടാ, എന്റെ കൈ. നീ എന്താ കളിക്കുന്നേ? കൈ കൊണ്ട് എടുക്കുന്നേ? കൈയെടുക്കാൻ എന്താ അടിച്ച? നമ്മൾ ഇൻസ്പെക്ടർ അവരുടെ അനിയനെ തേടി വന്നിരിക്കുക. സോറി, ജയനെ അന്വേഷിച്ചു വന്നിരിക്കുക. അങ്ങനെയാണോ? അദ്ദേഹം ഇപ്പൊ വരും. ഇരിക്കൂ. നോ താങ്ക്സ്. തണുത്തത് എന്തെങ്കിലും കഴിക്കുന്നു? അവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വന്ന് കഴിച്ചോളാം. അപ്പൊ പിന്നെ ഈ വീട്ടിലൊന്നും കഴിക്കാൻ രസമില്ല. അവനെ ഞാൻ പിന്നെ കണ്ടോളാം. എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം സർ. നോ വൈ? എന്ത് വൈ? നോ എന്ന് പറഞ്ഞാൽ നോ. ഞാൻ എസ് ഐ ആണ്. അതാണ് തെറ്റി. അന്ന് വന്നില്ലേ ആ തിരിവ് നർത്തകി, അവള് ഞാനും തമ്മിൽ പ്രേമത്തിലായി. ഇന്നേക്ക് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 15 നാളായി. ഈ 15 ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു സാർ. സാർ എനിക്ക് ലീവ് തരണം സാർ. തരില്ല, സാധ്യമല്ല സാർ. നിങ്ങൾ പുരുഷനാണോ?
ഞാനല്ല, നീയാണ് പുരുഷൻ. നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ 999 ലീവിലാണ്, 666 ലീവിലാണ്. ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു കിട്ടാപ്പുള്ളി അകത്തും കിടക്കുന്നു. നീ കൂടെ പോയ എന്റെ വികാരത്തെ ഉണർത്തരുത് സർ. വേണ്ടി വന്ന ഞാൻ ജോലി രാജിവെക്കും. എന്നാൽ അത് ചെയ്യണം. രാജ്യത്തിന്റെ ജോലി ഇല്ല, ഡബിൾ ഇൻക്രിമെന്റ്. മുതലാളി കണ്ടോ മുതലാളി? രേഖയുടെ ഡാൻസ് ഇമ്പീരിയൽ ഹോട്ടലിൽ. That's very good. That's a see here. ജ്വലിച്ചു നിൽക്കുന്നവൻ, എതിർത്തു നീന്തുന്നവൻ, ജയത്തിൻ സേനാനി ഞാൻ. എന്നെ തേടുന്ന, ഉന്നം നോക്കുന്ന കാലൻ കഴുകനെ പന്താടും ഞാൻ. ജ്വലിച്ചു നിൽക്കുന്നവൻ, എതിർത്തു നീന്തുന്നവൻ, ജയത്തിൻ സേനാനി ഞാൻ. എന്നെ തേടുന്ന, ഉന്നം നോക്കുന്ന കാലൻ കഴുകനെ പന്താടും ഞാൻ. അഗ്നിപുഷ്പം പോലെ സിരയിൽ വിടരും നിത്യഭാവം, ഉള്ളിനുള്ളിൽ ഊതിക്കാച്ചി കാത്തുവെച്ച ദാഹം. അഗ്നിപുഷ്പം പോലെ സിരയിൽ വിടരും നിത്യഭാവം, ഉള്ളിനുള്ളിൽ ഊതിക്കാച്ചി കാത്തുവെച്ച ദാഹം. ഇന്നാളി പടരുന്ന പ്രതികാരത്തി ജ്വാലകൾ. ജ്വലിച്ചു നിൽക്കുന്നവൻ, എതിർത്തു നീന്തുന്നവൻ, ജയത്തിൻ സേനാനി ഞാൻ. എന്നെ തേടുന്ന, ഉന്നം നോക്കുന്ന കാലൻ കഴുകനെ പന്താടും ഞാൻ.